ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ വികാരങ്ങളെ അടച്ചു വയ്ക്കരുത്. നിശബ്ദ വേദന നിങ്ങളുടെ ആരോഗ്യം തകർക്കും. ഇന്നത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വിഷമം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മനുഷ്യർ അവരുടെ വേദന മറച്ച് ജീവിക്കുന്നതാണ്. അവർ പുറത്ത് ചിരിച്ചുകൊണ്ട് നടക്കുമ്പോഴും ഉള്ളിൽ അവർ തകർന്നുകൊണ്ടിരിക്കാം. ആരെങ്കിലും ചോദിക്കുമ്പോൾ എനിക്കൊന്നുമില്ല എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സ് കരയുന്നുണ്ടാവും. പലരും അവരുടെ വികാരങ്ങൾ പുറത്തു പറയാൻ ഭയപ്പെടുന്നു. ചിലർക്ക് ആരും മനസ്സിലാക്കില്ലെന്ന ഭയം, ചിലർക്ക് ഇവരുടെ ഉള്ളിലെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ ദുർബലനായി തോന്നുമെന്ന ആശങ്ക, മറ്റു ചിലരാണെങ്കിൽ സ്വന്തം പ്രശ്നങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന ചിന്ത. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവർ അവരുടെ പ്രയാസങ്ങൾ ഉള്ളിൽ സപ്രസ് ചെയ്ത് ജീവിക്കുന്നു. അതുകൊണ്ട് അവർ എല്ലാം മനസ്സിൽ അടച്ചു വയ്ക്കുന്നു. പക്ഷേ ഇതിൻ്റെ ദൂഷ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മനസ്സിൽ അടച്ചു വയ്ക്കുന്ന വേദന ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അത് ദിവസേന വളരുന്നു, മനസ്സിനെ തളർത്തുന്നു, അവസാനം ശരീരത്തെയും ബാധിക്കുന്നു. നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ വലിയ ബന്ധമുണ്ട്. മനസ്സ് തകർന്നാൽ ശരീരവും ക്ഷീണിക്കും. അടക്കി വെച്ച വിഷമങ്ങൾ ടെൻഷനായിട്ട് മാറും. ഈ ടെൻഷൻ നമ്മുടെ ഉറക്കം നശിപ്പിക്കും, രക്തസമ്മർദ്ദം ഉയർത്തും, ഹൃദയാരോഗ്യം പോലും തകരാറിലാകാം. ചിലപ്പോൾ തലവേദന ശരീരത്തിൻ്റെ രോഗമല്ല, അത് മനസ്സിൻ്റെ ക്ഷീണമാണ്. ചിലപ്പോൾ നെഞ്ചിലെ ഭാരവും ശ്വാസം മുട്ടലും രോഗമല്ല, അത് നിങ്ങൾ പറയാതെ വെച്ച വേദനയുടെ സമ്മർദ്ദമാണ്. ഇന്നത്തെ സമൂഹത്തിൽ പലരും ശക്തൻ ആകാൻ ശ്രമിക്കുന്നു, കരയാതെ, അവരുടെ വേദനകൾ പങ്കിടാതെ, എല്ലാം ഒറ്റയ്ക്ക് സഹിച്ചുകൊണ്ട്. പക്ഷേ യഥാർത്ഥ ശക്തി മൗനത്തിൽ വേദനിക്കുന്നതല്ല, സ്വന്തം മനസ്സിനെ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ ശക്തി. അതുകൊണ്ട് എനിക്ക് വേദനയുണ്ടെന്ന് സമ്മതിക്കാൻ കഴിയുന്നതാണ് ധൈര്യം. കരയേണ്ടി വന്നാൽ കരയൂ, സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കൂ, സഹായം വേണമെങ്കിൽ ചോദിക്കൂ. അത് ദുർബലതയല്ല, മനുഷ്യത്വമാണ്. പ്രകൃതി നോക്കൂ. മേഘങ്ങൾ മഴയായി പൊഴിയുന്നു, കടൽ തൻ്റെ ശക്തി തിരകളായി പുറത്തുവിടുന്നു, കാറ്റ് പോലും അടക്കി വയ്ക്കാതെ അത് വീശുന്നു. പ്രകൃതിയിൽ ഒന്നും എല്ലാം ഉള്ളിൽ വച്ച് ജീവിക്കുന്നില്ല. അപ്പോൾ മനുഷ്യൻ എന്തിന് തൻ്റെ വേദന അടച്ചു വയ്ക്കണം? ജീവിതത്തിൽ എല്ലാവർക്കും വിഷമങ്ങൾ ഉണ്ടാകും. പക്ഷേ അവയെ ഒറ്റയ്ക്ക് ചുമക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ അകത്തു നിന്ന് തകരുന്നത്. വിശ്വസിക്കുന്ന ഒരാളോട് സംസാരിക്കൂ, മനസ്സിലുള്ളത് എഴുതി വയ്ക്കൂ, പ്രാർത്ഥിക്കൂ, ധ്യാനം ചെയ്യൂ, പ്രകൃതിയോട് അടുത്തിരിക്കുക. സ്വന്തം മനസ്സിന് വിശ്രമം കൊടുക്കും. കാരണം മനസ്സിനും ചികിത്സ വേണം. അതുകൊണ്ട് ഓർക്കൂ, പുറത്ത് ശക്തനായി കാണുന്ന ഒരാൾ പോലും
ഉള്ളിൽ നിശബ്ദമായി തകർന്നുകൊണ്ടിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്തരുത്. ഇന്ന് പറയാതെ വെച്ച വേദന നാളെ വലിയ മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളായി മാറാം. നിങ്ങളുടെ മനസ്സ് ഒരു പ്രധാനമാണ്. നിങ്ങളുടെ സമാധാനം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ജീവിതവും പ്രധാനമാണ്. അതുകൊണ്ട് മൗനത്തിൽ വേദനിക്കരുത്. സംസാരിക്കൂ, മനസ്സ് തുറക്കൂ, സ്വയം സ്നേഹിക്കൂ, ശാന്തമായി ജീവിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.